കുട്ടിപ്പട്ടാളംസിൻ്റെ കൂടെയുള്ള ഒരു ഡേ ആണ് ഇത്. എൻ്റെ മാരേജിന് ഡാൻസിനും പാട്ടിനും എല്ലാത്തിനും കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നത് ഈ കുട്ടിപ്പട്ടാളംസ് ആണ് കേട്ടോ. സോ ഇവർക്ക് അന്നേ തന്നെ ഒരു ട്രീറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാരേജ് കഴിഞ്ഞ് അധികം വൈകാതെ ഞാൻ ഇവർക്കൊരു ട്രീറ്റ് ചെയ്തായിരുന്നു. ആ ഒരു ഡേ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് പുറത്ത് പോകുന്നതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ 2 കാറിൽ എല്ലാ കുട്ടിപ്പട്ടാളംസും എൻ്റെ ഫാമിലിയും കൂടെ സൂഫി മന്തിയിലേക്ക് പോയി. കാറിലൊക്കെ തിങ്ങി കൂടിയിട്ടാണെങ്കിലും ഭയങ്കര വൈബായിരുന്നു. സൂഫി മന്തിയിലെത്തി എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ചിക്കൻ മന്തിയും ബീഫ് മന്തിയൊക്കെ ഓർഡർ ചെയ്തു. എൻ്റെ മാരേജിന് ഓൾമോസ്റ്റ് 1 വീക്ക് ഇവരെല്ലാവരും എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. പ്രാക്ടീസും ഡാൻസും കളിയും ചിരിയും ഒക്കെ ആയിട്ട്. സോ അതുകൊണ്ട് ആ ഡേയ്സൊക്കെ വളരെ വാല്യുബിളായിരുന്നു. എല്ലാത്തിനും കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും എൻ്റെ ട്യൂഷൻ സ്റ്റുഡൻസും നെയ്ബേഴ്സൊക്കെയാണ്. മാരേജ് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒത്തുകൂടിയപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു. അവർ മാത്രമല്ല കേട്ടോ, അവരുടെ ഫാമിലിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ കുട്ടിപ്പട്ടാളംസിൻ്റെ കൂടെ കസിൻസും ഉണ്ടായിരുന്നു. കളിയും ചിരിയും ഒക്കെ ആയിട്ട് ടൈം പോയതേ അറിഞ്ഞില്ല. ഞങ്ങൾ കുറച്ച് സെൽഫിയും വീഡിയോസൊക്കെ എടുത്തു. ഉമ്മിയും അജുവും ഇക്കാക്കയും കൂടിയായിരുന്നു എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പിക്കൊടുത്തത്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് ഇമോഷണൽ ആവാറുണ്ട്. കാരണം കുട്ടിപ്പട്ടാളംസിനെ ഒന്നും പഴയ പോലെ കാണാറില്ല. എല്ലാവരും പഠിത്തത്തിൻ്റെ തിരക്കിലും വർക്കിൻ്റെ തിരക്കിലൊക്കെ ആയി. ഇപ്പോഴും ഈ കുട്ടിപ്പട്ടാളംസ് എൻ്റെ മാരേജിൻ്റെ കഥകൾ പറയുമ്പോൾ ഭയങ്കര ഉത്സാഹത്തിലാണ് പറയാറ്. കാര്യം അവർ നന്നായി എൻജോയ് ചെയ്തൊരു ഫങ്ഷനായിരുന്നു എൻ്റേത്. അവരുള്ളത് കൊണ്ട് തന്നെ ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തായിരുന്നു. സൂഫി മന്തിയിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സുലൈമാനി കൂടി കിട്ടും കേട്ടോ. അതും കുടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ ഡേ വിത്ത് കുട്ടിപ്പട്ടാളംസ് ഇവിടെ എൻഡ് ആവുകയാണ്. എല്ലാവരും അവരവരുടെ വീട്ടിലാക്കിയ ശേഷം ഞങ്ങളൊരു ടീ കുടിച്ച് അങ്ങനെ ഈ ഡേ എൻഡ് ചെയ്തു. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.